ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇത് നമ്മുടെ എസ് ഡി ഓഡിയോ ടെക്കിൻ്റെ 12 വോൾട്ട് സബ് വൂഫർ ഫിൽറ്ററാണ്. ഇത് ലിയാഡൽ ജോഷി സാറിൻ്റെ സർക്യൂട്ടിൽ പുള്ളി ചെയ്തേക്കുന്നതാണ്, സിയാദറൻ ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സബ് വൂഫറിന് ഒട്ടും തന്നെ നോയ്സ് ഇല്ലാതെ നിങ്ങൾക്ക് സബ് വൂഫറിൻ്റെ സൈഡിൽ നിന്ന് ഒട്ടും തന്നെ നോയ്സ് ഇല്ലാതെ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സബ് ഫിൽറ്റർ. അത് നിങ്ങൾക്ക് 100 വാട്ടാവട്ടെ, 200 വാട്ടാവട്ടെ, 300 വാട്ടാവട്ടെ, 500 വാട്ടാവട്ടെ, നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സബ് ഫിൽറ്റർ തന്നെയാണ് ഈ ഒരു സബ് ഫിൽറ്റർ. സബിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാത്ത രീതിയിൽ ഇത് വർക്കാവും എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ സപ്ലൈ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നു. ഓഡിയോ കൺട്രോൾ ഇവിടെയാണ് വരുന്നത്. ഓഡിയോ ഇൻപുട്ട് ഇവിടെയാണ് കൊടുക്കാനായിട്ടുള്ള ഓഡിയോ ഔട്ട്പുട്ട് ഇതുവഴിയാണ് എടുക്കുന്നത്. സ്റ്റീരിയോ കൊടുത്തു കഴിഞ്ഞാൽ മോണോയായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ളതാണ്. 2 ട്രാൻസിസ്റ്റർ 2SC1815, 2SC1815 ഇതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെയിനായിട്ട് വരുന്ന ട്രാൻസിസ്റ്റേഴ്സ്. പിന്നെ പുറകിലോട്ട് എടുക്കണമെങ്കിൽ കുറച്ച് റെസിസ്റ്റേഴ്സ് കാണാൻ പറ്റും. അത് ഒരു ഡബിൾ ലെയർ PCBയിലാണ് അവർ ഇത് ചെയ്തിട്ടുള്ളത്. സിംഗിൾ ലെയർ PCBയിലാണ് അവർ ഇത് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ അത് SMD ആക്കിയ ഒരു ബോർഡിനെ അവർ കുറച്ചും കൂടെ ചെറുതാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 80 Hz 120 Hzയിലേക്ക് നമുക്ക് 2 രീതിയിലാക്കാൻ പറ്റുന്ന ഒരു ബോർഡാണ് ഈ ഒരു ബോർഡ്. പക്ഷേ ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് 80 Hzയിലേക്ക് ഇതാക്കി വെച്ചൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിലൊരു 80 Hz ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ കേൾക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഏറ്റവും നല്ലത് 80 Hz ആണ്. അപ്പോൾ നമുക്ക് 40, 30 Hz, 20 Hz ഒക്കെ പറയുന്നുണ്ട്. 20 Hz 30 Hz ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് അങ്ങനെ കേൾക്കണമെന്ന് അതിന് വേണ്ടി സ്പെഷ്യലി ഉള്ള സബ് വൂഫേഴ്സൊക്കെ വേണം, നല്ല ബോക്സ് വേണം. ആ 20 Hzൻ്റെ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം സൗണ്ടാണ്. അത് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ പല ആൾക്കാർ അവകാശപ്പെടുന്നത് അവരുടെ ഫിൽറ്ററിന്, അവരുടെ സബ് വൂഫറിൻ്റെ ബോർഡിന് അത്രയും കിട്ടും, ഫിൽറ്ററിന് 20 Hz കിട്ടും എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. അതൊക്കെ വെറുതെയാണ്. അതങ്ങനെ കിട്ടുമെന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. അപ്പം നമ്മുടെ നാട്ടിൽ 40 Hz തൊട്ടാണ് കിട്ടുന്നത്. 40 Hz എന്ന് പറയുമ്പോൾ കുറച്ച് ലോയിൽ താഴോട്ട് വരുന്നതാണ്. എന്നാലും നമ്മൾ കൂടുതലും വീട്ടിന് യൂസ് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ AVR ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 80 Hz ഒക്കെയാണ് അവർ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു 80 Hz ധാരാളമാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ 80 Hzയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ പറ്റിയ നല്ലൊരു അവസരവും കൂടെയാണ്. കാര്യം നമ്മുടെ നാട്ടിൽ ഒരു 40 Hz അവകാശപ്പെടുന്നൊരു സബ് ഫിൽറ്ററും നിങ്ങൾ ഈ ഒരു ഫിൽറ്ററും കൂടെ വച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും അറിയാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മളെ ചെവിയിൽ നല്ല രീതിയിൽ നല്ല ഒരിതായിട്ട് തോന്നുന്നത് 80 Hzയിൽ വരുന്ന സൗണ്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 80 Hz എന്ന് ഇവിടെ എടുത്തു പറയുന്നത്. പിന്നെ ഇനി 120 Hz ഉണ്ട്. 120 Hzനെക്കാട്ടിയും കുറച്ചും കൂടെ ഒരു ഇത് തന്നെയാണ്. ഞാനിത് ചെയ്ത് നോക്കിയതാണ്, ഡോട്ടഡ് PCBയിൽ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ അരുൺ ചേട്ടൻ, എൻ്റെ ഫ്രണ്ടാണ്, പുള്ളി സെയിം സബ് ഫിൽറ്റർ ഇറക്കുന്നുണ്ട്. അത് 80 Hzയിലും 120 Hzയിലേക്കും മാറ്റാവുന്ന രീതിയിലാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് അതുപോലെ തന്നെയാണ്. അത് ചെയ്യാനായിട്ട് 120 Hz ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ റെസിസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് 120 Hzയിലോട്ട് മാറുന്ന ഒരു രീതിയിൽ പുള്ളി ചെയ്തിട്ടുള്ള ഈ ഒരു ബോർഡ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സബ് വൂഫറിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് ഒട്ടും തന്നെ നോയ്സ് ഇല്ലാതെ നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ റിമോട്ട് കിറ്റ് ആയാലും ഏതായാലും നമ്മൾ അതിൽ നിന്നും ഒരു ഓഡിയോ സിഗ്നൽ കൊണ്ടുവന്ന് സ്റ്റീരിയോ ആയിട്ട് നമ്മളിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ 12 വോൾട്ടാണ് നമ്മളിവിടെ കൊടുക്കാനായിട്ടുള്ള, റെഗുലേറ്റ് ചെയ്തിട്ടുള്ള 12 വോൾട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ 12 വോൾട്ട് തന്നെ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. റെഗുലേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒരു ഓഡിയോ സിഗ്നൽ കൊടുത്ത് സ്റ്റീരിയോ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ നോയ്സ് ഇല്ലാതെ, ഞാനിത് ചെയ്ത് നോക്കിയതാണ്. ക്ലാസ് Dയിലും നോക്കി, ക്ലാസ് ABയിലും നോക്കി, ഒരു നോയ്സും ഇല്ലാതെ നമുക്ക് സബ് വൂഫർ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും വളരെ കുറച്ച് സ്ഥലത്ത്. ഈ സബ് ഫിൽറ്ററിൻ്റെ വലിപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, വളരെ കുറച്ച് സ്ഥലത്ത് നിങ്ങൾക്ക് വച്ച് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഈ പറഞ്ഞ 80 Hzയിൽ നിങ്ങൾക്ക് 80 Hz മാത്രമായിട്ട് വരുന്ന ഒരു സബ് വൂഫർ ഫിൽറ്ററായിട്ട് നിങ്ങൾക്കിത് എടുത്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന മാർക്കറ്റിൽ നിലവിൽ കിട്ടുന്ന 40 Hz 30 Hz 20 Hz ഒക്കെ അവകാശപ്പെടുന്ന സബ് ഫിൽറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കുമ്പോൾ അവരുദ്ദേശിക്കുന്നതും ഇവിടെ ഉദ്ദേശിക്കുന്ന 80 Hz എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും. ഞാനിത് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പറയുന്നത്, ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ജോഷി സാറെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, പുള്ളിയൊരു സർക്യൂട്ട് ഡിസൈനറാണ്. പുള്ളിക്ക് അറിയാം അത് ഏത് ലെവലിൽ എവിടെ വരെ പോകുമെന്നുള്ളത്.
അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് പുള്ളി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റാണ് വർക്കാവുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. വളരെ വിലക്കുറവാണ്. ഇതിൻ്റെ വിലയും ബാക്കിയുള്ള ഡീറ്റെയിൽ അറിയുന്നതിന് വേണ്ടി SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം അവരാണ് ഈ പ്രോഡക്റ്റ് ഇപ്പോൾ നിലവിൽ സെയിൽ ചെയ്യുന്നത്. നിങ്ങൾ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് അവരെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ്. നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ SD ഓഡിയോ 12 വോൾട്ട് സബ് ഫിൽറ്റർ ലിയാഡൽ ജോഷി സാറിൻ്റെ സർക്യൂട്ടിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സബ് വൂഫർ ഫിൽറ്റർ. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. 80 ഹെഡ്സ് ടു 120 ഹെഡ്സ് സബ് ഫിൽറ്റർ എന്ന് അവർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് കിട്ടും. 80 ഹെഡ്സ് തൊട്ട് തുടങ്ങി 120 ഹെഡ്സിലോട്ട് കട്ടാവും, അങ്ങനെയാണ് വരുന്നത്. പിന്നെ 120 ഹെഡ്സിലോട്ട് മാത്രം നിൽക്കുന്നതും ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞത്. അപ്പോൾ നല്ലൊരു ഫിൽറ്ററാണ്. നിങ്ങൾക്ക് വാങ്ങി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കാര്യം എല്ലാവർക്കും എല്ലാ ഫിൽറ്ററും ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നേ ഉള്ളൂ. വാങ്ങി നോക്കുക.